ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി അനുവദിച്ച 10 ടോയ്ലറ്റുകൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അനാസ്ഥയെ തുടർന്ന് ലഭിച്ചില്ലെന്ന് ആരോപിച്ച സമസ്ത ഭിന്നശേഷി ഓൾ കേരള അസോസിയേഷൻ രംഗത്തെത്തി. ചേലക്കര പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച 10 ടോയ്ലറ്റുകൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അനാസ്ഥയെ തുടർന്ന് ലഭിച്ചില്ലെന്നാരോപിച്ച സമസ്ത ഭിന്നശേഷി ആൾ കേരള അസോസിയേഷൻ രംഗത്തെത്തി. മാർച്ചിൽ പാസായ ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്കുള്ള തുക ലഭിക്കാത്തത് വിഇഒയുടെ അനാസ്ഥയാണെന്ന് അസോസിയേഷൻ മെമ്പർ ED ഫ്രാൻസിസ് വടക്കാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതേക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് ഫ്രാൻസിസ് പറയുന്നു. ജീവനക്കാരാണ് അഴിമതികൾ ചെയ്യുന്നത്, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. ഈ ക്യാൻസർമാരി പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഈ ജോലിക്കാരുടെ സംഘടന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു കൊല്ലത്തോളം ഈ കളക്ടർ ഒരു മിച്ചഭൂമിയുടെ കാര്യം നമ്മളെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരാവകാശ കമ്മീഷണറേന്, മനുഷ്യാവകാശ കമ്മീഷണറേയും ഭിന്നശേഷി കമ്മീഷണറേയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫയലുകളാണ് ഇതിലിരിക്കുന്നത്. 36 പദ്ധതികളാണ് ഇതിലുള്ളത്. അതിൽ 4 പോലും പൂർത്തീകരിച്ചിട്ടില്ല, അതിന് പൈസയും കൊടുത്തിട്ടില്ല. 10 ചേലക്കരയിൽ പാസ്സാക്കിയിട്ട് സുധീഷ് എന്ന് പറഞ്ഞ BO ഇത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. റസീന എന്ന് പറയണ അവർ തീരെ പണിയെടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഇവൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് 2 മാസത്തോളമായി പോയിട്ട് സെക്രട്ടറിനെയോ മറ്റുള്ളവരെയോ യാതൊരു വിവരവും അറിയിച്ചിട്ടില്ല. ടോയ്ലറ്റ് നിർമ്മാണം ഇനിയും വൈകിയാൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നത്. സമസ്ത ഭിന്നശേഷി ആൾ കേരള അസോസിയേഷൻ സെക്രട്ടറി AV അബ്ദുൾ റഹ്മാൻ, ഓഫീസ് സെക്രട്ടറി PP റോസ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.